ഭാര്യ ഉപേക്ഷിച്ചു പോയി, മക്കളെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കി. ദാദ്ര നഗർ ഹവേലിയിലെ സിൽവാസയിലാണ് സംഭവം. ഭാര്യ ഉപേക്ഷിച്ചു പോയതിന് പിന്നാലെ ഭിന്നശേഷിക്കാരായ മക്കളെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കുകയായിരുന്നു. സുനിൽ ഭാക്കറെ, മക്കളായ 18-കാരി ജയ്, 10 വയസ്സുകാരി ആര്യ എന്നിവരാണ് മരിച്ചത്. 2 മക്കളെയും കയറുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഭാര്യയെ വധിച്ച BJP നേതാവും കാമുകിയും പിടിയിൽ. ഭാര്യ സഞ്ജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് BJP നേതാവ് രോഹിത് സൈനിയും കാമുകി ഋതു സൈനിയും പിടിയിലായത്. രാജസ്ഥാനിലെ അജ്മീറിലാണ് സംഭവം. ദുരൂഹ സാഹചര്യത്തിൽ സഞ്ജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മോഷ്ടാക്കളാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു രോഹിത് സൈനിയുടെ ആദ്യത്തെ വാദം. എന്നാൽ കാമുകിയുടെ താൽപര്യപ്രകാരം ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഏറെക്കാലമായി രോഹിത്തും ഋതുവും പ്രണയത്തിലായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ സഞ്ജുവിന്റെ സാന്നിധ്യം തടസ്സമായതോടെ ഋതു ആവശ്യപ്പെട്ട പ്രകാരമാണ് രോഹിത് കൃത്യം നടത്തിയത്. ദില്ലി അധോലോകത്തിലെ കുപ്രസിദ്ധി നേടിയ ഗുണ്ടാ നേതാവ് ജയിലിൽ മരിച്ച നിലയിൽ. സൽമാൻ ത്യാഗിയാണ് ജയിലിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഘടിത ആക്രമണം, കൊള്ള എന്നിവ നടത്താൻ വലിയ കുറ്റവാളികളുടെ സംഘം തന്നെ ഇയാളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. സൽമാൻ ത്യാഗിയുടെ മരണം ആത്മഹത്യയെന്നാണ് പോലീസ് പറയുന്നത്. ബെഡ്ഷീറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ തൂങ്ങി മരിച്ചതെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി. നടൻ സൽമാൻ ഖാന്റെ കടുത്ത ആരാധകനായിരുന്നു ഇയാൾ. സൽമാൻ ഖാന്റെ 2003 പുറത്തിറങ്ങിയ തേരെ നാം എന്ന സിനിമയിലേതിന് സമാനമായ ഹെയർ സ്റ്റൈലും വേഷവിധാനങ്ങളുമായിരുന്നു ഇയാളുടേത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം ഇയാൾ ജയിലിലാകുന്നവരെ സജീവമായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ഒളിവിലായിരുന്ന വ്യാജ സന്യാസി പിടിയിൽ. പാലക്കാട് സ്വദേശി ശിവകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ വിചാരണ നടക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. വ്യാജ സന്യാസിയായി തമിഴ്നാട്ടിലെ ഗ്രാമത്തിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. 1 വർഷത്തെ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുന്നത്. ാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ചാലിശ്ശേരി പയ്യഴി വടക്കേക്കര ഹരിദാസിന്റെയും ബിന്ദുവിന്റെയും മകൾ ഹർഷയാണ് മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഹർഷയെ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ 54-കാരി മരിച്ച നിലയിൽ. തോട്ടപ്പള്ളി ഒറ്റപ്പനിക്ക് സമീപം ചെമ്പകപ്പള്ളി രംലത്താണ് മരിച്ചത്. ഒറ്റയ്ക്കായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. 54 വയസ്സാണ് പ്രായം. വീടിനുള്ളിൽ മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. വീടിന്റെ അടുക്കള വാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു. കൊലപാതകമാണോ എന്നാണ് സംശയം. തിരുവനന്തപുരത്ത് സൈനികന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പരാതി. CASF ജവാന്റെ ഭാര്യയെയും കുഞ്ഞിനെയുമാണ് 5 ദിവസമായി കാണാനില്ലെന്ന് പരാതി ഉയർന്നത്. അസം സ്വദേശികളായ 3 വയസ്സുകാരി റൂമി ദേവദാസ്, 4 വയസ്സുകാരി പ്രിയാനന്ദദാസ് എന്നിവരെയാണ് കാണാതായത്. കല്ലുമൂട് ക്വാർട്ടേഴ്സിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. സംഭവത്തിൽ ഫോർട്ട് പോലീസ് അന്വേഷണം തുടങ്ങി. വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിസ വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച പ്രവാസി വ്യവസായിക്കെതിരെ കേസ്. പക്കം സ്വദേശിയായ യുവതിയെ വിദേശത്തേക്കുള്ള വിസ വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രവാസിക്കെതിരെ പോലീസ് കേസെടുത്തു. അയിരൂർ പോലീസാണ് കേസെടുത്തത്. പ്രവാസിയും വർക്കലയിൽ ടൂറിസം സ്ഥാപന ഉടമയുമായ ചെമ്മരുതി തച്ചോട് ഗുരുകൃപയിൽ ഷിബുവിനെതിരെയാണ് പരാതി. യുവതിയെ ഇയാളുടെ വീട്ടിലെത്തിച്ച് ലഹരി കലർത്തിയ ശീതളപാനീയം നൽകി ബോധരഹിതയാക്കിയ ശേഷം പീഡിപ്പിച്ചെന്നും വീഡിയോ ചിത്രീകരിച്ചെന്നും FIR-ൽ പറയുന്നു. അതിജീവിത ഉന്നത പോലീസ് അധികാരികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. യുവതി കേസ് കൊടുത്തതോടെ അതിജീവിതയ്ക്കും അതിജീവിതയുടെ അഭിഭാഷകനുമെതിരെ പണം തട്ടാനുള്ള ശ്രമം ആരോപിച്ച് ഷിബു പരാതി നൽകി. ഈ പരാതിയിലും അയിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്.